കൊതിയൂറുന്ന ഒരു സ്പെഷ്യൽ അച്ചാറിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതിനായി നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റും കുറച്ച് പച്ച ആപ്പിൾ കട്ട് ചെയ്തതുമാണ്. സാധാരണയായി ക്യാരറ്റിന്റെ കൂടെ മാങ്ങയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഫ്രഷ് മാങ്ങ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ആപ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. ആപ്പിൾ ക്യാരറ്റ് മിക്സിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ വേണം. നല്ല കായപ്പൊടി കുറച്ച് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ അച്ചാറിന് ആവശ്യമായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും വേണം. അപ്പോൾ ആദ്യം കടുക് പൊട്ടി കുറച്ച് ഉലുവയും കൂട്ടി കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചതിലേക്ക് ആദ്യം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇഞ്ചിയും അതിന് പിന്നാലെ പച്ചമുളകും ചേർത്ത് നമുക്ക് സോട്ടേ ചെയ്യാം. ഇപ്പോൾ വരുന്നൊരു മണമുണ്ടല്ലോ, വീട് മൊത്തം ആ ഒരു മണമാണ്. അതിലേക്ക് നമുക്ക് 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. കുരുമുളകാണ് ഇതിനകത്ത് എരി തരുന്ന മെയിൻ ഘടകം. കുരുമുളകിന്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ സോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അച്ചാറിന് ഒരു മഞ്ഞ കളർ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. ആ മിക്സിന്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ആപ്പിൾ ക്യാരറ്റ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അധികം നേരമൊന്നും വഴറ്റിന്റെ ആവശ്യമില്ല. ആ ക്യാരറ്റിന്റെ ഒരു പച്ച ചുവ മാറുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊരു സോട്ടിങ്, അത്രേ ഉള്ളൂ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അതിനെ മാറ്റി വെക്കാം. തീ ഓഫ് ചെയ്ത് അതിനെ തണുക്കാൻ അനുവദിക്കാം. തണുത്ത അച്ചാറിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വൈറ്റ് വിനെഗറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. വൈറ്റ് വിനെഗർ ചേർത്ത് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത ശേഷം തുറന്നു വെച്ച് തണുപ്പിച്ച് വെക്കാം. ഈ അച്ചാർ ചൂടോടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് നന്നായി തണുത്ത ശേഷം മാത്രം വിനെഗറും ചേർക്കുക. വിനെഗർ ചേർത്ത ശേഷം അതിനെ നന്നായി അടച്ച് മിക്സ് ചെയ്ത് സൂക്ഷിക്കാം. കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റിയായ ഒരു അടിപൊളി അച്ചാറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം കേട്ടോ.